മനോജ് മേനോൻ തുടരുന്നുണ്ട്. മനോജ്, നേരത്തെ ബസന്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഏറ്റെടുത്ത, രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത വലിയ പ്രതിഷേധം, ബീഹാറിൽ നടത്തിയ വലിയ പ്രതിഷേധ യോഗങ്ങൾ, യാത്രകൾ, ഇവയൊന്നും ഫലം കണ്ടില്ല. യഥാർത്ഥത്തിൽ ഇവയൊന്നും ആയിരുന്നില്ലേ അവിടുത്തെ വിഷയങ്ങൾ? മച്ച്ലി, മഖാന, പാൻ, അത്തരം വിഷയങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. അവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ മനസ്സിലാകാതെ പോയതാണോ? അക്കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയാതെ പോയതാണോ? എന്താണ് അവിടെ കോൺഗ്രസിന് സംഭവിച്ചത്? രതീഷ്, കോൺഗ്രസിന് സംഭവിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് സംഘടനാ സംവിധാനം അതീവ ദുർബലമാണ്. ബീഹാറിൽ കടലാസിൽ മാത്രം ഉറങ്ങുന്ന ഒരു സംഘടനയായിട്ട് കോൺഗ്രസ് മാറിക്കഴിഞ്ഞിട്ട് വർഷങ്ങളായി. 90-കൾക്ക് ശേഷം കോൺഗ്രസിൻ്റെ കാര്യമായ പ്രകടനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. 60 സീറ്റുകളോ 70 സീറ്റുകളോ വിലപേശി വാങ്ങിയ ശേഷം വളരെ നേരിയ വിജയ ശതമാനം മാത്രം കൈവരിക്കുന്നൊരു സാഹചര്യമാണ് കോൺഗ്രസിന് സമീപകാല രാഷ്ട്രീയത്തിൽ ബീഹാറിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. രതീഷ് ചോദിച്ചതുപോലെ തന്നെ വിഷയങ്ങൾ, SIR പോലെയുള്ള അക്കാഡമിക് വിഷയങ്ങൾ, SIR പോലെയുള്ള അല്ലെങ്കിൽ അഴിമതി രഹിത സമൂഹം എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഒരു കാൽപ്പനിക സമീപനം മുന്നോട്ട് വെച്ചുകൊണ്ട് ബീഹാറിനെ പോലെ അതിസങ്കീർണമായ അടിത്തട്ട് മുതൽ കൃത്യമായ രാഷ്ട്രീയമുള്ള, അടിത്തട്ട് മുതൽ കൃത്യമായ ജാതി രാഷ്ട്രീയമുള്ള ഒരു സമൂഹത്തിൽ അത്തരം വിഷയങ്ങൾ പ്രയോഗിക്കുക എളുപ്പമല്ല. കാരണം അക്കാഡമിക് ആയിട്ടുള്ള ഒരു സമൂഹത്തിന് മാത്രം മനസ്സിലാകുന്ന ഒരു വിഷയം താഴെത്തട്ടിൽ അന്നന്നത്തെ വരുമാനത്തെക്കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തോട് പറയാൻ പറ്റിയ വിഷയമല്ല എന്ന കാര്യം കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. അതേസമയം തന്നെ ഇതേ രാഷ്ട്രീയം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന RJD പക്ഷേ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇപ്പോൾ 101 സീറ്റ് എടുത്താൽ അവരുടെ സ്ട്രൈക്ക് റേറ്റ് ഒരു 70 അടുത്തേക്ക് നിൽക്കുകയല്ലേ ഇപ്പോൾ? അപ്പോൾ RJDക്ക് വോട്ട് കിട്ടുന്നു, കോൺഗ്രസിന് കിട്ടുന്നില്ല. കോൺഗ്രസ് 61 മത്സരിച്ചാൽ 4 ലീഡ് ചെയ്യുന്നുള്ളൂ. അതെങ്ങനെയാണ്? ആ വൈരുദ്ധ്യം എങ്ങനെയാണ് ഒരു മുന്നണിക്കുള്ളിൽ? രതീഷ്, ഇതാണ് ഇതിനകത്ത് വൈരുദ്ധ്യം. ഇതാണ് കോൺഗ്രസ് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യവും. അതായത് അടിത്തട്ടിൽ എന്ത് പ്രയോഗിക്കണം എന്നതിനെക്കുറിച്ച് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്കാണ് വ്യക്തമായ ധാരണയുണ്ടാവുക. അതായത് SIRുമായിട്ട് കോൺഗ്രസും അതുപോലെ RJDയും മുന്നോട്ട് പോയപ്പോൾ RJDക്കകത്ത് തന്നെ കൃത്യമായ തിരുത്തലുണ്ടായി. അതായത് ഇത്തരത്തിലൊരു വിഷയവുമായിട്ട് താഴെത്തട്ടിലേക്ക് ബീഹാറിലേക്ക് പോയിട്ട് കാര്യമില്ല എന്നുള്ളത് RJDക്കകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള വിചിന്തനമാണ്. അതുകൊണ്ട് തന്നെ ഒരു വേദിയിൽ പോലും, ഞാൻ തേജസ്വി യാദവിൻ്റെ 3-4 റാലികൾ അറ്റൻഡ് ചെയ്തിരുന്നു ഇക്കുറി, ഒരു റാലിയിൽ പോലും SIRനെ കുറിച്ച് ഒരു അക്ഷരം പോലും തേജസ്വി യാദവ് പറഞ്ഞിട്ടില്ല. അതിന് പകരം തൊഴിലില്ലായ്മ, തൊഴിൽ പ്രശ്നങ്ങൾ, യുവാക്കളുടെ പ്രശ്നങ്ങൾ, മദ്യനിരോധനം ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവ്, അതുപോലെ സ്ത്രീ വോട്ടർമാർക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ത്രീ ക്ഷേമ പദ്ധതികൾ തുടങ്ങിയായിരുന്നു തേജസ്വി യാദവിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാതിൽ. ഒരിടത്ത് പോലും SIRനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്തിന്? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പോലും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾ പോലും SIR വിഷയം ഉന്നയിച്ചിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഒരിടത്ത് പോലും SIR വിഷയം കോൺഗ്രസ് മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾ ഉന്നയിച്ചിട്ടില്ല. കാരണം ഇത്രയേ ഉള്ളൂ, SIR പോലുള്ള അക്കാഡമിക് വിഷയം തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ട വിഷയമാണ്, തീർച്ചയായിട്ടും ഗൗരവപ്പെട്ട വിഷയമാണ്. പക്ഷേ ബീഹാർ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ വോട്ട് രാഷ്ട്രീയത്തിന് പറ്റിയ വിഷയമല്ല SIR. അത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞത് വൈകിപ്പോയി. ഇനി കോൺഗ്രസ് തിരിച്ചറിഞ്ഞാൽ പോലും ശ്രീ മനോജ് മേനോൻ, ഇപ്പോൾ 3 സീറ്റുകളിൽ ജൻസുരാജ് പാർട്ടി ലീഡ് ചെയ്യുന്നതായ വാർത്തകൾ വരുന്നുണ്ട്. ആദ്യത്തെ ട്രെൻഡാണ്. അപ്പർ കാസ്റ്റ് വോട്ടുകളിൽ ഒരു വിഭാഗം JSPയിലേക്ക് പോയതും കോൺഗ്രസിന് തിരിച്ചടിയായിരിക്കും. BJPക്കായിരിക്കും വോട്ട് കട്ടറായി വരിക ജൻസുരാജ് പാർട്ടി എന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ. പക്ഷേ കോൺഗ്രസിന്റെ പെർഫോമൻസ് വെറും 4 സീറ്റിൽ ലീഡ് എന്ന നിലയിലേക്ക് ചുരുങ്ങുമ്പോൾ ജൻസുരാജ് പാർട്ടിയും അതുപോലെ തന്നെ സീമാഞ്ചൽ മേഖലയിലെ AIMIMന്റെ സാന്നിധ്യവും ഒക്കെ കോൺഗ്രസിനെ ദോഷകരമായി ബാധിച്ചിരിക്കാമോ? അഭിലാഷ്, വളരെ പ്രസക്തമായ ചോദ്യമാണ്. ജൻസുരാജ് പാർട്ടി ഒരുപക്ഷെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ ഒരു സാന്നിധ്യം ഉറപ്പിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. അത് നിലനിൽക്കുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുമായിട്ട് ഒരു തരത്തിൽ നമുക്ക് സാദൃശ്യപ്പെടുത്താനോ താരതമ്യപ്പെടുത്താനോ സാധിക്കുകയില്ല ജൻസുരാജ് പാർട്ടിയോ പ്രശാന്ത് കിഷോറിനെയോ. അരവിന്ദ് കെജ്രിവാൾ രൂപപ്പെടുത്തിയ പോലെ അല്ല ജൻസുരാജ് പാർട്ടിയെ പ്രശാന്ത് കിഷോർ അവിടെ രൂപപ്പെടുത്തിയെടുത്തത്. എങ്കിൽ പോലും എല്ലായിടത്തും തന്നെ ചർച്ച ഉണ്ടാക്കാനായിട്ട്, പുതിയൊരു വിഷയം ചർച്ച ചെയ്യാനായിട്ട്, അഴിമതിരഹിത സമൂഹം, ജാതിരഹിത സമൂഹം, തൊഴിലില്ലായ്മ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളായിരുന്നു, മുദ്രാവാക്യങ്ങളായിരുന്നു ജനസ്വരാജ് പാർട്ടി മുന്നോട്ട് വെച്ചത്. അത് കോൺഗ്രസിനേക്കാൾ ഫലപ്രദമായിട്ട് താഴെത്തട്ടിലെത്തിക്കാൻ ജനസ്വരാജ് പോലെയുള്ള 1 വർഷം ആയുസ് മാത്രമുള്ള ഒരു പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ വിഷയമാണ്. നഗരപ്രദേശങ്ങൾ, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ അഭ്യസ്തവിദ്യരായ സമൂഹത്തിനിടയിൽ എക്രോസ് എല്ലാ ജാതി വിഭാഗത്തിലേക്കും കടന്നു ചെല്ലാനായിട്ട് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയുടെയും പ്രശാന്ത് കിഷോറിന്റെയും ന്യൂനതയായിട്ട് ഗ്രൗണ്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഏറ്റവും വലിയ വസ്തുത പ്രശാന്തിന് ഒരു ജാതി രാഷ്ട്രീയത്തിന്റെ അടിത്തറയില്ലാത്ത
എന്നുള്ളതാണ്. അത് ബീഹാറിലൊരു കുറവാണത്, ബീഹാറിലൊരു ന്യൂനതയാണ്. ഇപ്പോൾ മറ്റൊരു സമൂഹത്തിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു വേറൊരു തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാമെങ്കിലും ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ജാതി രാഷ്ട്രീയം ഇല്ലാതെ, ജാതി ഘടനയില്ലാതെ ഒരു പ്രസ്ഥാനമോ സംഘടനയോ മുന്നോട്ട് പോകുക എളുപ്പമല്ല. അതുകൊണ്ട് പ്രശാന്ത് കിഷോറിന്റെ ന്യൂനതയായിട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നത് പ്രശാന്ത് കിഷോറിന് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെയോ ഏതെങ്കിലും ജാതിയുടെയോ പിൻബലമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ റിസൾട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ എല്ലാ ജാതികളിലേക്കും, എല്ലാ ജാതി ഘടനയിലേക്കും, എല്ലാ പ്രായ വിഭാഗങ്ങളിലേക്കും പിന്നെ കടന്നു കയറാൻ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ വരും കാല തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഇനി ഇതുമായിട്ട് സ്ഥായിയായിട്ട് പ്രശാന്ത് കിഷോർ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാൻ പ്രശാന്ത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.